ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള മാഗി കൊണ്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണിത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കണേ. എത്ര കഴിച്ചാലും കൊതി തീരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പീസ് മാഗിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പശുവിൻ പാലാണ്. തേങ്ങാപ്പാലിൽ ചെയ്തെടുത്താൽ മതി എന്നുള്ളവർക്ക് തേങ്ങാപ്പാലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള വെള്ളം ചേർക്കാത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 4 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. പാൽ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി വേണം ഇതിലേക്ക് മാഗി ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ആ ഒരു 4 പീസ് മാഗിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം 2 മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നിച്ചിട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം 2 ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പാലുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ കുതിർന്ന് കിട്ടുന്ന സമയത്ത് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്താൽ മതി. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇതൊന്ന് കുതിർന്ന് വരുന്ന സമയത്ത് ഇനി അടുത്ത ഒരെണ്ണവും കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും അതും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ഇത് കുതിർന്ന് വരുന്നവരേക്കും നമുക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതും കൂടെ കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാല് നല്ലപോലെ വറ്റിയിട്ടുണ്ടാവും. ഇനി അടുത്ത ഒരെണ്ണവും കൂടെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് പാല് വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആ ഒരു 4ാമത്തെ പീസ് മാഗി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൊടി ഉണ്ടായിരുന്നു കുറച്ച്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ കുതിർത്തെടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് വരുമ്പോൾ ഈ പാലുമായിട്ട് നന്നായിട്ട് വറ്റി വരുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു മാഗിക്ക് അനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും പറയുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടുതലോ കുറവോ ആണ് മാഗി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു പാലുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി. 1 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ പാലൊക്കെ വറ്റി നന്നായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് മാഗിയുടെ കൂടെ കിട്ടുന്ന പൊടിയാണ്. അപ്പോൾ 4 പീസ് മാഗിക്ക് വേണ്ടി 4 പാക്കറ്റ് മാഗിയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ മാഗി എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് മാഗിയുടെ പൊടിയും കൂട്ടിയെടുക്കണം. മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആ ഒരു മാഗിയുടെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും ഉണക്കമുളകുമാണ്. ഇത് രണ്ടും 3 വെച്ച് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാല് ഒഴിച്ചു കൊടുക്കാം. 60 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പശുവിൻ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മാഗി മസാലയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച മാഗിയിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കണം. മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ മിക്സ് എല്ലാ ഭാഗത്തേക്കും ആവത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയോ മല്ലിയിലയോ വെജിറ്റബിൾസോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബട്ടർ ചേർത്ത് കൊടുക്കണം നിർബന്ധമുള്ളവർക്ക് ബട്ടറിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ മാഗി മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ പുറമെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ട് അകം വേവാതിരിക്കും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മറ്റേ സൈഡ് കൂടി ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇനി ഒരു 2 മിനിറ്റ് നേരവും കൂടെ വേവിച്ചെടുത്താൽ മതി.
ഇതുപോലെ ചെയ്തിട്ടെടുക്കുന്ന ഈ ഒരു മാഗിയുടെ പലഹാരം ഭയങ്കര ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും മാഗി മേടിക്കാതിരിക്കില്ല. അപ്പോൾ ഇനി മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.